സാമൂതിരിയുടെ നിഷേധാത്മകമായ നിലപാടിൽ അമർഷം തോന്നിയ ഗാമയും സംഘവും സ്വദേശികളായ ഏതാനും മുക്കുവന്മാരെ ബലമായി കപ്പലിൽ പിടിച്ചുകയറ്റി അവരുമായി പന്തലാനിൽ നിന്നും യാത്ര പുറപ്പെട്ടു. മലബാർ ദേശത്തു നിന്നുള്ള മടക്കയാത്രയിൽ ഗാമയുടെ സഹോദരൻ പൗലോടി ഗാമ മരണപ്പെടുകയുണ്ടായി. 4 കപ്പലുകളിൽ 170 ആളുകളുമായി ഏകദേശം 1 വർഷം മുൻപ് പോർച്ചുഗലിൽ നിന്നും യാത്ര പുറപ്പെട്ട ഗാമയുടെ സംഘത്തിൽ അവശേഷിച്ചത് 2 കപ്പലുകളും 54 പേരും മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ദൗത്യത്തിനിടെ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്തിരുന്നു. വർഷങ്ങൾ നീണ്ട മലബാർ ദൗത്യത്തിൽ അവശേഷിച്ച കപ്പലുകളുമായി ഗാമയും സംഘവും AD 1499 സെപ്റ്റംബർ 8 പോർച്ചുഗൽ തുറമുഖത്ത് തിരിച്ചെത്തി. മലബാറിൽ നിന്നും കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ട് മനം കുളിർന്ന മാനുവൽ രാജാവ് ഉടനെ തന്നെ മലബാറിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കുകയും 33ഓളം വലിയ കപ്പലുകളിൽ 1500ഓളം സൈനികരും 8ഓളം പാതിരിമാരും അടങ്ങുന്ന ഒരു സംഘത്തെ പെട്രോൾ പാരിസ് ഗബ്രാളിൻ്റെ നേതൃത്വത്തിൽ മലബാറിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഈ യാത്രാമധ്യേ അൽവാരസ് ഗബ്രാൾ എന്ന നാവികനും സംഘവും പടിഞ്ഞാറൻ തീരത്തെ മറ്റൊരു രാജ്യത്തെ കൂടി കണ്ടെത്തി. അൽവാരസ് ഗബ്രാൾ എന്ന നാവികൻ കണ്ടെത്തിയ ആ സ്ഥലത്തെ ബ്രസീൽ എന്നവർ നാമകരണം ചെയ്തു.